Hello, welcome back to Commerce Easy Notes. Corporate tax part 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടാക്സ് കൺസിഡറേഷൻ ഇൻ സ്പെസിഫിക് ബിസിനസ് സിറ്റുവേഷൻ, സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് ടാക്സ് കൺസിഡറേഷൻ വരുന്നത്. അതായത് മേക്ക് ഓർ ബൈ ഡിസിഷൻ, ലീസ് ഫിനാൻസ്, retain renewal or replacement, shutdown or continuous tax provisions എന്നീ ടോപ്പിക്കിലാണ് നമ്മളിവിടെ ബിസിനസ് സിറ്റുവേഷൻസ് പെർട്ടിക്കുലർ ആയിട്ട് എങ്ങനെയാണ് ടാക്സ് കൺസിഡറേഷൻ കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. ഓർ ബൈ ഡെസിഷൻ, അതായത് നമുക്കൊരു കോമ്പണൻറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യണോ അതോ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മേക്ക് ഓർ ബൈ ഡെസിഷൻസ് ആയിട്ട് പറയും. ഒരു കോമ്പണൻറ്റ് റിക്വയർഡ് ടു മാനുഫാക്ചർ ഫോർ ഇറ്റ്സ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ആ പ്രൊഡക്റ്റ് കോമ്പണൻറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യണോ അതോ റെഡിലി നമ്മൾ പർച്ചേസ് ചെയ്യണം. To take this decision, a purchase of several factors like financial, costing, and tax planning are to be considered. The item to be manufactured should be taken, whether license needed for manufacturing, what capacity to produce, whether these components are produced for existing plant or extra plant, or any technical qualities or components are required. Install a new plant is required. It should be financially managed. Additional working capital required, or sufficient raw materials and labor is available. And whether the fixed and variable cost of manufacturing sections, section 10A, 10B, 10C on income tax should be received. അത് ഇൻസ്റ്റോൾ ചെയ്യാൻ 80IA, 80IB, 80IC അങ്ങനത്തെ ഇൻകം ടാക്സ് പെർവ്യൂവിൽ വരുന്ന ഡിഡക്ഷൻസ് അവൈലബിൾ ആണോ എന്ന്, മാക്സിമം ബെനിഫിറ്റ് ഓഫ് എക്സൈസ് ഡ്യൂട്ടി സെയിൽസ് റിസീവബിൾ ആണോ, മാക്സിമം റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ on section 32 of Income Tax Act. In case of employees are admitted deductions of section 80JJA, ഇതൊക്കെ നമുക്ക് അപ്ലിക്കബിൾ ആണോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ കോമ്പണൻസ് പർച്ചേസ് ഓപ്പൺ മാർക്കറ്റിലാണെങ്കിൽ ഡിസൈഡ് ക്വാളിറ്റി ഓർ ടെക്നിക്കൽ ഗുഡ്സ് അവൈലബിൾ ഇൻ ഓപ്പൺ മാർക്കറ്റ്. വാട്ട് ഓഫ് ദ കേസ് ഓഫ് മാർക്കറ്റ് റേറ്റ് ഇസ് ഐറ്റം റിക്വയർഡ് ഇൻ സപ്ലൈഡ് ബോണഫൈഡ് ആണോ, കണ്ടിന്യൂസ്ലി സപ്ലൈഡ് ആണോ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മേക്ക് ഷുവർ. അപ്പം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺ ഓർ ലീസ് ഓഫ് അസറ്റ് ആണ്. അപ്പം നമ്മൾ ലീസിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് വെർ ഓർഗനൈസേഷൻ ഇസ് വെസ്റ്റഡ് വിത്ത് യൂസ് ആൻഡ് കൺട്രോൾ ഓവർ ദി അസറ്റ് വിത്തൗട്ട് ദ ടൈറ്റിൽ ഓണർഷിപ്പ് കൺസിഡറേഷൻ ഓഫ് ലീസ് റെന്റ് ഫോർ എ പീരീഡിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ലീസിങ് എന്ന് പറയുന്നത്. ഇവിടെ ദ പേഴ്സൺ ഹു ലീസസ് ദ ഓണർ ഇസ് നോൺ ആസ് ദ ലെസ്സർ. ദ പേഴ്സൺ ഹു ടേക്സ് ദ അസറ്റ് ഓൺ ലീസ് ഇസ് നോൺ ആസ് ലെസ്സി. അപ്പം ഇങ്ങനെ രണ്ട് പാർട്ടീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ അറേഞ്ച്മെൻറ്റ് അസറ്റ് ടു ബി അറേഞ്ച്ഡ് ബൈ ഓൺ ഓർ ബോറോഡ് ഓർ ലീസ്. നമ്മൾ അറേഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൺ ഫണ്ടായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഹെവി ആയിട്ടൊരു ഇനീഷ്യേറ്റീവ് ആണെങ്കിൽ ആ ഫണ്ട് അവിടെ ബ്ലോക്ക് ആവും. അപ്പം നമുക്കത് വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ബെറ്റർ റിട്ടേൺ തരുന്നുണ്ടെങ്കിൽ നമ്മളത് ഓപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ പർച്ചേസിങ്. If the asset is purchased borrowing ആണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, അതിൻ്റെ പ്രൊവിഷൻസ് അതൊക്കെ വരും. പിന്നെ ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്, അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലീസ് ഓപ്ഷന് അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ റിക്കറിങ് ആയിട്ടുള്ള ആനുവൽ റെൻറ്റൽസ് ഉണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ഡിസിഷൻ എടുക്കാൻ, വെദർ വി നീഡ് ടു ഓൺ ലീസ് ഓർ ബൈ ഫ്രം ബോറോഡ് ഫണ്ട്. പിന്നെ നെക്സ്റ്റ് പോയിന്റിൽ വരുന്നത് ടാക്സ് ഇംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ടാക്സ് ഇംപ്ലിക്കേഷന് ഫുൾ എമൗണ്ട് ഓഫ് ലീസൽ റെന്റ് ഇസ് ഡിഡക്റ്റബിൾ ഫ്രം ഇൻകം ടാക്സ് പർപ്പസിന് ദ ഫുൾ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റബിൾ ആണ് ആസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് ഓൺഡ് ഫണ്ട് വരുമ്പോൾ ഡിഡക്ഷൻ ഓഫ് ഡെപ്രിസിയേഷനും ചാർജ് ചെയ്യാം. അപ്പോൾ ഈ പർച്ചേസിങ് ആണെങ്കിൽ ബോറോഡ് ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും നമുക്ക് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ഓവറോൾ ടാക്സ് എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ കമ്പനിക്ക് നല്ല രീതിക്കാണ് നമുക്ക് പ്രോഫിറ്റ് തരുന്ന രീതിക്കാണെങ്കിൽ നമുക്കത് അഡോപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ലീസിനെങ്ങാനും എടുക്കേണ്ടി വരും. നെക്സ്റ്റ് ഫാക്ടർ പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ അസറ്റ് ഇസ് വെരി ഇറലവൻറ്റ് സിൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ അക്യൂറിംഗ് ദി അസറ്റ് അക്യൂർ ചെയ്യുന്ന എല്ലാ എക്സ്പെൻസും. ഇപ്പം ലീസിനാണെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഏതാണോ ലെസ്സായിട്ട് വരുന്നത്, റിക്കറിംഗ് ആയിട്ട് വരുന്ന എക്സ്പെൻസസ്, അതാണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ കൺസിഡറേഷൻ ഫോർ റെസിഡ്യൂവൽ വാല്യൂ. ഇപ്പോൾ റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറയുമ്പോൾ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് കൺസിഡർ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്.
പക്ഷേ ഈ ലീസിന് നമുക്ക് എടുത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ റെസിഡ്യൂവൽ വാല്യൂ കമ്പനിക്ക് സ്വന്തമല്ല, അത് ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം. അപ്പം ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്കതിന് റീസെയിലായിട്ടുള്ള വാല്യൂ ലഭ്യമാണ്. അപ്പം അങ്ങനെ നോക്കി നമുക്ക് ഇതെല്ലാം ഫാക്ടേഴ്സും, ഈ 4 ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഓൺ ചെയ്യാനും പർച്ചേസ് ചെയ്യണോ, അത് ബോറോഡ് ഫണ്ടാണോ, ഇത് ലീസിനാണോ എടുക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യണം. Certain advantage of lease finance and disadvantages ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജ്, the lessee will not pay immediate cash. The lessee company 100% of equipment cost ആണ്. അപ്പം ലെസ്സിക്ക് എത്രയാണ് ക്യാഷ് ബെനിഫിറ്റ് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള പേയ്മെൻ്റ് ആണ് അവർ ചോദിക്കുന്നത്, ഡൗൺ പേയ്മെൻറ്റ്. ലെസ്സി ലെൻസ് മീഡിയം ടേം ഫിനാൻസ്, 3 to 6 years അവർ പേയ്മെൻറ്റ് മീഡിയം ടേമിൽ നമുക്ക് കൊടുക്കും. ലെസ് റെൻറ്റൽ ഫിക്സ്ഡ് അക്കോമഡേറ്റിംഗ് ക്യാഷ് ഫ്ലോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും. ബഡ്ജറ്റ് പ്ലാനിങ് ക്യാൻ ബി ഡൺ. ലീസ് ഫിനാൻസിങ് വെച്ചിട്ട് നമുക്ക് ബഡ്ജറ്റ് പ്ലാനിങ് കണ്ടക്ട് ചെയ്യാം. ബിക്കോസ് ദ ആനുവൽ റെൻറ്റൽ പീരിയഡ് ബോത്ത് ദ ലീസ് ഹാസ് ടു പേ കറൻറ്റ് പ്രൈസസ് ഫോർ എക്യുപ്മെൻറ്റ് ഫ്യൂച്ചർ കറൻസിയിലായതുകൊണ്ട് അതിൻ്റെ ഇൻഫ്ലേഷൻ വഴി നോക്കുമ്പോൾ സേഫ് ഗാർഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. ഈ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ദ ലീസ് അസറ്റ്സ് ആർ നോട്ട് ഓൺഡ് ബൈ അസറ്റ്സ്. Therefore, the fixed asset equity ratio comes down with increased dependence. അപ്പോൾ ലീസ് ഫിനാൻസ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വിറ്റി റേഷ്യോ കുറഞ്ഞ് വരാൻ ചാൻസസ് ഉണ്ട്. Dependence on lessee. The financial ratio റിവേഴ്സൽ ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കാം ഓർഗനൈസേഷന് കൊടുക്കുന്നുണ്ടായിരിക്കും. Since lease rentals are paid out working capital, the negative position, financing fixed asset out of short term negative ആയിട്ടുള്ള പൊസിഷൻ കാണിക്കാം. പിന്നെ the salvage value of the asset belong to lessee. സ്ലീവേജ് വാല്യൂ എന്ന് പറയുന്നത് ലെസ്സിനാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ലെസറിനെ സംബന്ധിച്ചുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇക്വിറ്റി റേഷ്യോയിൽ വരുന്ന മാറ്റം, പിന്നെ നമ്മൾ എടുക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിലാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. റീറ്റെയിൻ, റിന്യൂവൽ ഓർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ റീറ്റെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പെൻസസ് എൻക്വയർ ടു കീപ് ദ അസറ്റ് യൂസബിൾ ഓർ ഓപ്പറേറ്റിംഗ് സിറ്റുവേഷൻ, അതിനാണ് നമ്മൾ റീറ്റെയിൻ ആയിട്ടുള്ള, അതായത് റിപ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, യൂസബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് ആസറ്റ് റിപ്പയർ ഓഫ് ആസറ്റിന് എക്സ്പെൻഡിച്ചർ ആയിട്ട് അലൗ ചെയ്യണമെങ്കിൽ ഇൻകം ടാക്സിൽ നമുക്കിവിടെ സെക്ഷൻ 30(31) പ്രകാരം ഉള്ളതായിരിക്കണം. അത് എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കണം, റവന്യൂ എക്സ്പെൻഡിച്ചർ, the cost of financial such expenditure reduced ചെയ്ത് എത്രയാണ് നമുക്ക് ടാക്സ് സേവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്കത് റെഡ്യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ തരുന്നുണ്ട്. നെക്സ്റ്റ്, റീപ്ലേസ്മെൻറ്റ്. An asset not in a condition to use effectively and for commercial purpose, either an asset is replaced or important part of the asset is replaced. അതിനാണ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് റിനോവേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആ എക്സ്പെൻസ് എഫിഷ്യൻസി കൂട്ടുന്നു, പെർമനൻ്റ്ലി ഓർഗനൈസേഷൻ അഡീഷണൽ കപ്പാസിറ്റി കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോട്ട് ഡിഡക്റ്റബിൾ ഫ്രം ഇൻകം. ഇൻഡയറക്ട്ലി നമുക്ക് ക്യാപിറ്റൽ ഡിഡക്ഷൻ പറ്റില്ല. സെക്ഷൻ 32 പ്രകാരം ഡിപ്രിസിയേഷൻ വഴി നമുക്കത് അതിൻ്റെ പാർട്ട് മാത്രമായിട്ട് റീപ്ലേസ്മെൻ്റ് അലൗഡ് ആണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇത് ഈ ടാക്സിൻ്റെ കൺസിഡറേഷൻ കിട്ടുന്നത്. അപ്പോൾ ദ ടൈം ഓഫ് ഡിസിഷൻ മേക്കിംഗ് റീപ്ലേസ്മെൻ്റ് ആണോ ഓർഗനൈസേഷന് ബെറ്ററായിട്ട് പ്രോഫിറ്റബിലിറ്റി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ റീറ്റെയിനിങ് ആണോ എന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഇത് കൺസിഡർ ചെയ്യാൻ. Next is renewal. When a part of the asset is changed to keep the asset is operating usable situation, അതൊരു പാർട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാണ്, അങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്യാണ്, അതിനാണ് നമ്മൾ റിന്യൂവൽ ആയിട്ട് പറയും. ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ റവന്യൂ എക്സ്പെൻസ് ആണ്. ഇവിടെ നമ്മൾ ചില കേസസിൽ ക്യാപിറ്റൽ എക്സ്പെൻസ് ആക്കി എടുക്കാറുണ്ട്. ദി കപ്പാസിറ്റി ഓഫ് ദി അസറ്റ് ഇസ് ഇൻക്രീസ്ഡ് ബിക്കോസ് ഓഫ് ദി റിന്യൂവൽ. അതിനെ നമ്മൾ ക്യാപിറ്റൽ നമ്മൾ റീപ്ലേസ്മെൻ്റ് പോലെ റിന്യൂവൽ ആക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആക്കും. അപ്പോൾ ഇത് പക്ഷേ ഡിസലൗഡ് ആണ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് ആൻഡ് നോട്ട് ഡിഡക്റ്റബിൾ ഡയറക്ട്ലി ഫ്രം ഇൻകം. ബട്ട് നമുക്ക് എക്സ്പെൻസസ് ഡിപ്രിസിയേഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെയാണ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റും റിന്യൂവലും കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റിന്യൂവൽ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റി ഈസ് നോട്ട് ഇൻക്രീസ്, അത് എക്സ്പെൻഡിച്ചർ ട്രീറ്റഡ് ആസ് റവന്യൂ. കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ റവന്യൂ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇൻ കേസ് ഓഫ് റുട്ടീൻ റിപ്പയർ ആണെങ്കിൽ സെക്ഷൻ 30 and 31 പ്രകാരം ഇൻകം ടാക്സ് ആക്ടിൽ പെടുന്നത്.
ഈ എക്സ്പെൻസസ് കപ്പാസിറ്റി ഓഫ് ദി അസറ്റ് ബാക്ക് റവന്യൂ നേച്ചറിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കപ്പാസിറ്റിക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ നേച്ചർ എക്സ്പെൻഡിച്ചർ ആയിട്ട് പറയും. അപ്പോൾ ഇത് ജനറൽ എക്സ്പെൻസസ് റൂട്ടീൻ റിപ്പയറിലാണ് പ്രൊവിഷൻ ഓഫ് ഇൻകം ടാക്സ് പറയുന്നത്. പീരിയോഡിക് എക്സ്പെൻസ് ഇൻകർ ടു മെയിൻറ്റെയിൻ ദ എക്സ്പെൻസ് കളറിംഗ് പെയിൻറ്റിംഗ് ഓഫ് അസറ്റ്, പെറ്റി റിപ്പയർ ഓഫ് അസറ്റ്, റീപ്ലേസ്മെന്റ് ഓഫ് പാർട്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ ഓപ്പറേഷൻസ്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ജസ്റ്റ് സിക്നസ് മാനേജ്മെൻറ്റ് ഷട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് നമ്മളിത് ചെയ്യുന്ന ഡിസൈഡ് ചെയ്യുമ്പോൾ ദ റീസൺസ് കൺസിഡേർഡ് ആണ്. അപ്പോൾ നമുക്ക് റീസൺസ് പറയുമ്പോൾ റിഡക്ഷൻ ഇൻ ഡിമാൻഡ്, അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഇതൊക്കെയാണ് നമുക്ക് ഫാക്ടേഴ്സായിട്ട് മേജറായിട്ട് വരുന്നത് സിക്നസ് യൂണിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ദിസ് മേ ബി ഒക്കെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കാം, ഫാഷനിൽ വരുന്ന ചേഞ്ചസ് ആയിരിക്കും, അപ്ഡേഷൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഡിമാൻഡിൽ വരുന്ന റിഡക്ഷൻ, അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, സിക്നസ് മേ ബി ബിക്കോസ് ഇൻഎഡിക്വേറ്റ് ഫിനാൻസ് ഓർ പുവർ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, സിക്നസ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, സിക്നസ് മേ ബി ബിക്കോസ് ഇൻഎഡിക്വേറ്റ് ഫിനാൻസ് ഓർ പുവർ ഫിനാൻസ് മാനേജ്മെന്റ്, റീപ്ലേസ്മെന്റ് ഓഫ് worn out മെഷീൻ ഓർ പ്ലാന്റ് ഒന്നും ഇപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ഫിനാൻഷ്യൽ പ്രോബ്ലം. റേറ്റ്സ് ഓഫ് ടാക്സേഷൻ, ഹെവി സെയിൽസ് ടാക്സ്, excise duty, custom duty, increase in cost of production, product may be uncompetitive, result in loss, അങ്ങനെയൊക്കെ ഒരു റീസൺസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷട്ട് ഡൗണോ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാം. ചേഞ്ചസ് ഇൻ ടെക്നോളജി, ഇപ്പോൾ റാപ്പിഡ് ചേഞ്ചസ്, ടെക്നോളജി തന്നെ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ച്, ഫോൾ ഇൻ ഡിമാൻഡ്, മാനുഫാക്ചറിങ് പീസ് പറ്റാതിരിക്കും, ഹെവി ലോസ്, ഹെവി ഡെറ്റ് സ്റ്റോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം, ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. പിന്നെ പ്രഷർ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇൻഡസ്ട്രി ജനറലി ഡിപ്പെൻഡ് ഓൺ ബാങ്ക് ഓഫ് ഫിനാൻസ് ആണ്, ബാങ്കിനെ ആണ് അവിടെ ആശ്രയിക്കുന്നത് ഫിനാൻസിന് വേണ്ടി. അപ്പോൾ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്താൻ ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയ്മെൻറ്റിൽ ആർപ്പോട്ട് റെസ്ട്രിക്ഷൻ, അപ്പോൾ ലോണിൽ റെസ്ട്രിക്ഷൻ വരുമ്പോൾ ലിറ്റിഗേഷൻ പ്രോബ്ലംസും ആ ബിസിനസ് ഓപ്പറേഷനെ ഒരു പ്രഷറൈസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റീസൺസ് ഫോർ ഇൻഡയറക്റ്റ് സിക്നസ്, ഇൻഡസ്ട്രീസിൽ വരുന്ന സിക്നസിന് റീസൺസ് ആയിട്ട് പറയാവുന്നത്. നെക്സ്റ്റ് ഇസ് ടാക്സ് പ്രൊവിഷൻസ്. ടാക്സ് പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടാക്സ് ഒരു സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ടാക്സ് പ്രൊവിഷൻസ് ലേ ഔട്ട് ചെയ്യാൻ. ഇപ്പോൾ ഓർഗനൈസേഷൻ ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ടെങ്കിൽ ആൻഡ് അബ്സോർബ് ഡിപ്രിസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചില ലോസസ് 8 years വരെ നമുക്ക് എന്ത് ബിസിനസ് ഇൻകമിൽ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അതൊക്കെയാണ് ടാക്സ് പ്രൊവിഷൻസിൽ വരുന്നത്. അപ്പോൾ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നമുക്കത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. Few deductions are available for profit on foreign projects, profit on hotel project, profit on shipping companies ഒക്കെ അവൈലബിൾ ആണ്. And the capital expenses incurred in scientific research and family planning program is deductible as expense according to the provision of Income Tax Act. Discontinued business അല്ലെങ്കിൽ selling value ഇതൊക്കെ ആയിരിക്കാം reasons. Now, at the time of closure of business, if depreciation of assets sold and selling price is more than the written value of block, or difference between short-term capital gain and adversely affect the long-term capital gain. പിന്നെ പറയുന്നത് in case of sale of non-depreciation assets, long-term and short-term or capital gain or loss, ഇതൊക്കെ നമ്മൾ liability ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരും. And the bad debt of discontinuous business cannot be allowed deductions as sections 36 പ്രകാരം 1 and 7 ഇൻകം ടാക്സ് ആക്ടിൽ ബാഡ് ഡെപ്റ്റ് ഡിസ്കണ്ടിന്യൂവൻസിന് റീസൺ ആവാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ഡിസ്കണ്ടിന്യൂയിങ് ദ ബിസിനസ് കനോട്ട് ബി ഡിഡക്ഷൻസ്. ഇപ്പോൾ പ്രൊവിഷൻ 36 പ്രകാരം ടു ഇൻകം ടാക്സ് ആക്ടിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിന് നമുക്ക് ഡിസലവൻസ് കിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ടാക്സ് പ്രൊവിഷൻസിലെ റെലവൻസ് ആയിട്ടുള്ള കാര്യം ആണ് നമ്മൾ ഈ കോർപ്പറേറ്റ് ടാക്സിൽ ഡിസ്കസ് ചെയ്ത് വന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ടും നെറ്റ് കൊമേഴ്സ് ജൂൺ 2019 സിലബസ് പ്രകാരം വന്നിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സിൻ്റെ സിലബസ്.